നമസ്കാരം. ധർമ്മസ്ഥലയിലെ മലയാളിയുടെ മരണത്തിലും ദുരൂഹതയെന്ന ആരോപണം. ഇടുക്കി സ്വദേശി ബെൽത്തങ്ങാടി കറമ്പാറു സവനാലു ഡാർബെ ഹൗസിൽ KJ ജോയി 2018 വാഹനമിടിച്ച് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് ആരോപിച്ചാണ് മകൻ രംഗത്ത് വന്നത്. തളിപ്പറമ്പ് പുളിപ്പറമ്പിലെ കക്കാട്ടുവീട്ടിൽ അനീഷ് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾക്ക് സമാനമാണ് പിതാവിന്റെ മരണമെന്നാണ് ആരോപണം. ധർമ്മസ്ഥലയിൽ 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കേസിലെ SIT അന്വേഷണത്തെ ക്ഷേത്ര ട്രസ്റ്റ് സ്വാഗതം ചെയ്തു. ആരോപണങ്ങളിൽ ഇതാദ്യമായിട്ടാണ് ട്രസ്റ്റ് പ്രതികരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മലയാളിയുടെ മരണത്തിലും ആരോപണമെത്തുന്നത്. കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ പ്രമുഖന്റെ നിർദ്ദേശപ്രകാരം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പരാതി. അനീഷ് ധർമ്മസ്ഥലയിലെത്തി പരാതി നൽകിയതോടെ ഭീഷണി ശക്തമായി. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയെന്നും അനീഷ് പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ വനമേഖലയിൽ കുഴിച്ചുമൂടിയെന്ന ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ സ്വതന്ത്രവും സുതാര്യവും നീതിപൂർവവുമായ അന്വേഷണം വേണമെന്ന് ട്രസ്റ്റ് വക്താവ് K. പാർശ്വനാഥ് ജെയിൻ ആവശ്യപ്പെട്ടു. അതിനിടെ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ട്രസ്റ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുതെന്ന് ബംഗളൂരു സെഷൻസ് കോടതി ഉത്തരവിട്ടു. മകൾ അനന്യയെ നഷ്ടമായ സുജാത ഭട്ടിന്റെ പരാതിയും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 13-ന് ധർമ്മസ്ഥല പോലീസിൽ അവർ നൽകിയ പരാതിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. കൊൽക്കത്ത CBI സ്റ്റെനോഗ്രാഫറും ബംഗളൂരു പത്മനാഭ നഗർ സ്വദേശിയുമായ സുജാതയുടെയും അനിൽ ഭട്ടിന്റെയും മകളാണ് അനന്യ. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ആദ്യ വർഷ MBBS വിദ്യാർത്ഥിനിയായിരിക്കെ അനന്യ 2003-ൽ കൂട്ടുകാർക്കൊപ്പം ധർമ്മസ്ഥലയിൽ പോയി. പിന്നീട് അനന്യയുടെ കൂട്ടുകാരി രശ്മി കൊൽക്കത്തയിലെ സുജാതയുടെ ഓഫീസ് നമ്പറിൽ അനന്യയെ കാണാതായെന്ന് വിളിച്ചു പറഞ്ഞു. ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് 2 നാളായെന്ന മറുപടിയാണ് കിട്ടിയത്. ധർമ്മസ്ഥലയിലെത്തിയ സുജാത അവിടെ കടകളിലും മറ്റും മകളുടെ ചിത്രം കാണിച്ച് അന്വേഷിച്ചു. ക്ഷേത്രം അധികാരികളോടും സങ്കടം പറഞ്ഞു. മുതിർന്ന ഒരു സ്ത്രീക്കൊപ്പം അനന്യയെ പോലെയുള്ള കുട്ടിയെ കണ്ടതായി ചിലർ പറഞ്ഞു. ഉടൻ ബെൽത്തങ്ങാടി പോലീസിൽ പരാതി നൽകി. മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാകാം, അന്വേഷിക്കാനാകില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. തിരിച്ച് ധർമ്മസ്ഥലയിൽ പോയി ക്ഷേത്രമുറ്റത്തിരുന്ന് കരഞ്ഞു. ഇതോടെ ക്ഷേത്രത്തിലെ ചിലരെത്തി മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. തലയിൽ മുറിവേറ്റ് ബോധരഹിതയായി. ഉണർന്നപ്പോൾ ബംഗളൂരു അഗടി ആശുപത്രിയിലാണ്. ആരാണ് അവിടെ എത്തിച്ചതെന്ന് അറിയില്ല. തലയിൽ 8 തുന്നൽ, ബാഗും തിരിച്ചറിയൽ കാർഡുമെല്ലാം നഷ്ടമായി. പരിക്ക് ഭേദമാകാൻ 3 മാസം ആശുപത്രിയിൽ കിടന്നു. സുജാത പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ FIR ഇട്ടിട്ടുണ്ട്. മകളുടെ ചെറിയ എല്ലിൻ കഷ്ണമെങ്കിലും ശേഷക്രിയയ്ക്കായി കിട്ടണം. നേത്രാവതി പുഴക്കരയിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ മകളും ഉണ്ടാകുമെന്നാണ് അമ്മ പറയുന്നത്. ഇതിനൊപ്പം 13 വർഷം മുമ്പ് കർണാടകത്തെ ഇളക്കിമറിച്ച സൗജന്യയുടെ കൊലപാതകവും ചർച്ചകളിലെത്തുന്നുണ്ട്. CBI അന്വേഷിച്ചിട്ടും പ്രതികളിലേക്ക് എത്താതെ തേഞ്ഞു മാഞ്ഞുപോയ കേസാണിത്. ഉജിരെ SDM കോളേജിൽ PUC വിദ്യാർത്ഥിയായിരുന്ന സൗജന്യയെ 2012 ഒക്ടോബർ 9-നാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നത്. ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ നിന്ന് വീട്ടിലെ പുത്തരി ചടങ്ങിനായി മടങ്ങിയതാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെ പാങ്ങളയിലേക്കാണ് പോയത്. നേത്രാവതി ഘട്ടിൽ ബസ് ഇറങ്ങി സൗജന്യം നടന്നു പോകുന്നത് കണ്ടവരുണ്ട്. വൈകിയും വീട്ടിലെത്തിയിരുന്നില്ല. പിറ്റേന്ന് നേത്രാവതി ഘട്ടിന് അല്പമകലെ കുറ്റിക്കാട്ടിൽ സൗജന്യയുടെ അർദ്ധനഗ്നമായ മൃതദേഹം കിട്ടി. കോളേജ് തിരിച്ചറിയൽ കാർഡിന്റെ ടാഗും കഴുത്തിൽ മുറുകിക്കിടപ്പുണ്ടായിരുന്നു. അതിനിടെ ധർമ്മസ്ഥലയിലെ മരണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കർണാടക സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2012-2013-ൽ മഹിളാ അസോസിയേഷൻ കർണാടക സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് രാജ്യസഭ MP ആയിരുന്ന TN സീമ ഉൾപ്പെടെ പങ്കെടുത്ത് വിഷയത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ബംഗളൂരുവിൽ തുടർച്ചയായി 10 ദിവസം കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേസ് CBIക്ക് കൈമാറാൻ കർണാടക സർക്കാർ തയ്യാറായത്. എന്നാൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന വിധിയാണ് CBI കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തെളിവുകൾ നശിപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കോടതി വിധി വന്നിട്ടും BJP കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായില്ല. നീതി ഉറപ്പാക്കാൻ മഹിളാ അസോസിയേഷൻ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർത്തി. പുതിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷവും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ നിസ്സംഗത തുടരുകയാണ്. കുറ്റാരോപിതരുടെ കുടുംബം ശക്തരായതിനാൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം പ്രതിഷേധാർഹവും ക്രൂരവുമാണെന്നും മഹിളാ അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു.